നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക്. നേരായ രീതിയിൽ നേരായ ഒരു സിനിമ കണ്ട് ആ സിനിമയുടെ പേരാണ് നേര്. നീതൂസ് അക്കാദമി, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ഗംഭീര സിനിമ. ലാലേട്ടാ, നിങ്ങൾ എവിടെയായിരുന്നു? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ജീവിതത്തിൽ മറ്റൊരു ഗംഭീര സിനിമയെന്ന് ഒറ്റ വാക്കിൽ പറയാം. അതിൽ അഭിനയിച്ചവർ എല്ലാവരും ഒന്നിനൊന്നിന് മികവ് കാണിച്ചിട്ടുമുണ്ട്. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയണമെന്നുമുണ്ട്, പക്ഷേ സിനിമയെക്കുറിച്ച് പറയാനും കഴിയില്ല. അങ്ങനെയാണ് ഈ സിനിമ. കൃത്യമായി പറഞ്ഞാൽ ഒരു അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം ഒരു കോർട്ട് റൂമിൽ. ഞാൻ ഒത്തിരി കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോടതിക്കുള്ളിലിരുന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നടക്കുന്ന പ്രതിവാദങ്ങൾ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയും കൂടെയാണ്. വലിയ ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കോടതിക്കുള്ളിൽ ഇരുന്നിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന വാദപ്രതിവാദങ്ങൾ, കോടതിയിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായി കണ്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ആ സംഭവങ്ങൾ ഒന്നും തെറ്റാതെ, ഒന്നും മാറ്റിവെക്കാതെ ഈ കോർട്ട് റൂമിൽ നടക്കുന്നു എന്നതാണ് വാസ്തവം. അത് എങ്ങനെയാണെന്ന് സിനിമ കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. ഈ സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ജിത്തു ജോസഫും സ്ക്രിപ്റ്റ് റൈറ്ററും ഈ കഥ അടിച്ചുമാറ്റി തൻ്റെ ഒരു കഥയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു വ്യക്തി കോടതിയെ സമീപിച്ചു. ആ കഥ എന്താണെന്ന് ഞാൻ ഇന്നലെ കൃത്യമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സിനിമയിലുണ്ടായിരുന്ന കഥാപാത്രങ്ങൾ ഫഹദ് ഫാസിലും നിമിഷ സജയനും ഐശ്വര്യലക്ഷ്മിയൊക്കെ ആയിരുന്നു. അവരൊന്നുമല്ല ഈ സിനിമയിലുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച കഥ വ്യത്യസ്തമാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച് ഒരു ഇരയായ ഒരു കുട്ടി കൊല്ലപ്പെടുന്നു. ആ കുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷം ആ കുട്ടിയുടെ അച്ഛനാണ് കൊന്നതെന്ന് പറയുന്നു. അച്ഛൻ പ്രതിക്കൂട്ടിലും, കുട്ടിയുടെ അമ്മ കേസ് വാദിക്കുന്നു, മുത്തശ്ശി ജഡ്ജിയായിരിക്കുന്നു. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ച ആ കഥ. അതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു സബ്ജക്റ്റാണ് നേരെ എന്ന കാര്യത്തിൽ എനിക്ക് സിനിമ കണ്ട് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ പറയുന്നു. അതുമല്ല, അദ്ദേഹം പറഞ്ഞു വെച്ച ആ കഥയിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. പ്രതി അച്ഛൻ, വാദിക്കുന്നത് അമ്മ, ജഡ്ജിയായിട്ടിരിക്കുന്നത് മുത്തശ്ശി. എങ്ങനെ സാധ്യമാവും? നമുക്കറിയാം, പല കേസുകളും ഒരു ബന്ധങ്ങളുണ്ടെങ്കിൽ ആ കേസ് കേൾക്കാൻ പോലും തയ്യാറാകാതെ ജഡ്ജിമാർ മാറി നിൽക്കുന്ന, മാന്യതയോടുകൂടി മാറിയിരിക്കുന്നു ബഹുമാനപ്പെട്ട ജഡ്ജിമാർ. കാരണം അതൊരു സ്വാധീനത്തിന് വഴിവെക്കുമോ എന്നൊരു സംശയത്തിൽ ഒരിടം വരാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ ആ സബ്ജക്റ്റ് എങ്ങനെ ശരിയാവുമെന്ന് ഒന്ന് നമുക്ക് സെൻസുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദീപു ഉണ്ണി കൊടുത്തിരിക്കുന്ന കഥ, ഇവരെ കേൾപ്പിച്ച കഥ ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു സിനിമയായിട്ട് തന്നെയാണ് നേര് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഞാൻ കൃത്യമായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് സിനിമയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമയെക്കുറിച്ചൊന്നും പറയാനും പറ്റില്ല, പറയാതെ ഇരിക്കാനും വയ്യ. ഒരു അഡ്വക്കേറ്റായി മോഹൻലാൽ സിനിമയിൽ അധിപന് ശേഷം ആണ് ഇത്തരമൊരു വേഷം, ഒരു അഡ്വക്കേറ്റിൻ്റെ കുപ്പായം അണിഞ്ഞ് ഈ കോടതി റൂമുകളിൽ എത്തുന്നത്. നാളുകളോളം പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീട് കോടതിയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ എത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. അതോടൊപ്പം തന്നെ സിദ്ദീഖ് ഒത്തിരി കോടതിയിൽ അഭിഭാഷകനായി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായ ഒരു അഭിഭാഷകനായിട്ട് തന്നെയാണ് സിദ്ദീഖ് എന്ന അതുല്യ പ്രതിഭ വരുന്നത്. പിന്നീട് ജഗദീഷ് എന്ന ഒരു അച്ഛൻ, ഒരു മകൾക്കുണ്ടാകുന്ന അനുഭവം എല്ലാം ഉള്ളിലൊതുക്കി ഒന്നും പറയാൻ പോലും പറ്റാതെ, ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാതെ നിൽക്കുന്ന ഒരച്ഛൻ, ഒരമ്മ, ഗംഭീരമായിട്ട് സീൻ ചെയ്തു. അതോടൊപ്പം തന്നെ കോടതിക്കുള്ളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ നമ്മൾ കേട്ടിരിക്കുമ്പോൾ ഒരു നിമിഷം പോലും ഇതെങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ പല ചിന്താഗതിയിലേക്ക് പോകുമ്പോഴും നമ്മുടെ മനസ്സ് പിടിച്ചിരുത്തുന്ന ഒരു കോർട്ട് റൂം. കോടതിയിൽ കയറി
എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ കേസ് കാണാനും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാകാം. കോടതിക്ക് വേണ്ടത് എന്നും തെളിവാണ്. തെളിവുണ്ടെങ്കിൽ ഒരു പ്രതിയും രക്ഷപ്പെടില്ല. ആ തെളിവ് കൃത്യമായിട്ട് കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയണം. അതോടൊപ്പം തന്നെ കേസ് വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറിന് കഴിയണം. എതിർ പ്രതിയുടെ അഭിഭാഷകന് കഴിയണം. പ്രതിയുടെ അഭിഭാഷകൻ കൃത്യമായ തെളിവുകൾ ശേഖരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം കോർട്ട് റൂമിൽ അരങ്ങേറുന്നു. പിന്നീട് ഇതിൻ്റെ മോഹൻലാൽ എന്ന ഈ അഭിഭാഷകൻ്റെ ഓരോ സീനുകൾ കാണുമ്പോഴും കോർട്ടിനുണ്ടാവുന്ന ഓരോ ഡയലോഗ് പറയുമ്പോഴും ഗംഭീരമായ കയ്യടിയാണ് അവിടെ കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, കോർട്ടിൽ ഒരു അഭിഭാഷകൻ ഒരു വാദത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ മാത്രം പറയുമോ എന്ന് നമ്മൾ സംശയിക്കുന്ന സമയത്താണ് അത്രമാത്രം ഡയലോഗുകളുമായി മോഹൻലാൽ എത്തുന്നതും അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സിദ്ദീഖ് എന്ന നടനും എത്തുന്നത്. ഇവിടെ എല്ലാം കയ്യടി വാരിക്കൂട്ടുന്നുണ്ട്. അത് ഈ സ്ക്രിപ്റ്റിൻ്റെ ബലമാണ്. ഒരു അഭിഭാഷകയായ ശാന്തിയാണ് സ്ക്രിപ്റ്റ്, ജിത്തു ജോസഫും ചേർന്നുള്ള സ്ക്രിപ്റ്റ്. അപ്പം ആ കോടതിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അത്തരമൊരു സ്ക്രിപ്റ്റിന് ബലം കൂടുന്നത്. ഒരു സ്ക്രിപ്റ്റിൻ്റെ ബലം വലുതായിട്ട് ഈ സിനിമയ്ക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൽ വരെ നമ്മളെ പിടിച്ചിരുത്തുന്നത്, നമുക്ക് ആകാംക്ഷ തന്നാണ് പിടിച്ചിരുന്നത്. ഇനി എങ്ങോട്ടാണ് ഈ സിനിമയുടെ യാത്രയെന്ന് നമ്മൾ പല രീതിക്കും ചിന്തിച്ചെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഇടത്തേക്കൊന്നുമല്ല ഈ സിനിമയുടെ യാത്ര പോകുന്നത്. അത് പോയി എത്തി ആ സിനിമയ്ക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ക്ലൈമാക്സും എത്തുന്നു. ക്ലൈമാക്സ് വല്ലാത്ത രീതിക്കാണ് ജിത്തു ജോസഫ് ചെയ്തു വെച്ചിരിക്കുന്നത്. അവസാനം നമുക്ക് ഒരു അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ അതോ നീതി നിഷേധിക്കപ്പെടുമെന്ന് നമ്മൾ കാത്തിരിക്കുന്ന അവസരത്തിൽ പലതും സംഭവിക്കുന്നു കോർട്ട് റൂമിൽ. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയാണെന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു വിജയപരാജയമാണ് സാധാരണ കോർട്ട് റൂമിൽ നടക്കുന്നത്. പല തെളിവുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ തെളിവുകൾ മാറ്റിമറിക്കുന്ന നിലയിലേക്ക് പല കേസുകളും വരുന്നുണ്ട്. അത് ഈയിടയ്ക്ക് നടന്ന പല കേസുകളും നമ്മൾ മീഡിയാസിലൂടെ, ഞാൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മീഡിയാസിലൂടെ നമ്മൾ കണ്ടുപോയിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച കൂടിയാണ് നേരായ സിനിമയിൽ നേര് പറഞ്ഞു വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതിൽ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിരിക്കുന്നു അനശ്വര. ഇതിനു മുമ്പ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. ഗംഭീരമായ ഒരു പെർഫോമൻസ്. ആ കുട്ടിക്കുണ്ടാവുന്ന ഒരു അനുഭവം, സിനിമയിൽ ആ കുട്ടി എന്ന് പറഞ്ഞതാണ് ഞാൻ, ആ കഥാപാത്രത്തിനുണ്ടായ ഒരു അനുഭവം കൃത്യമായി ഓരോ ആളുകളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് എത്തുന്നുവെന്നാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കൊന്ന് മനസ്സലിയും, നമുക്കൊന്ന് കണ്ണു നിറയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയാണോ ഒരു കോർട്ട് റൂമിൽ നടക്കേണ്ടത്, ഇങ്ങനെയാണോ കോർട്ട് റൂമിൽ പോകുന്നതെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഓരോ നിമിഷങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഈ പറയുന്ന പോലെ നിങ്ങൾക്കൊരു സംശയമുണ്ടാകാം, ഒരു കോർട്ട് റൂമിൽ മാത്രം നടക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ഒരു വാദപ്രതിവാദം എങ്ങനെ കണ്ടിരിക്കുമെന്ന് ചിന്തിക്കാവുന്നവരുണ്ടാവും. ബോറടിക്കില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരുണ്ടാവും. ഒരു നിമിഷം പോലും ബോറടിക്കാതെ ആ സബ്ജക്റ്റ് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ഗംഭീരമായിട്ട് ആ സിനിമ കാഴ്ചവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ, ഇപ്പോഴത്തെ വലിയ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയ്ക്ക് ഇത്തരമൊരു സിനിമയിൽ വേണ്ടത്ര സ്വാധീനം ഉണ്ട് എന്ന് കാണിക്കാനും ജിത്തു ജോസഫ് മറന്നില്ല. ഒരു പല കേസുകളും ബന്ധപ്പെട്ടു പോകുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ആക്റ്റീവ് അല്ല സോഷ്യൽ മീഡിയയുടെ ക്യാമ്പയിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിൽ സത്യസന്ധമായിട്ട് പോകണമെന്ന് ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ മീഡിയാസിന് ഒന്നടങ്കം അഭിമാനിക്കാവുന്ന മുഹൂർത്തം നൽകുന്ന 2-3 സീനുകൾ എടുത്തു പറയാം. നമുക്ക് ക്ലൈമാക്സിലൊക്കെ ആ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ആ സീൻ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടാൽ, ഈ മീഡിയാസിനെ കുറ്റം പറയുന്നവർ വരെ ആ സീൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയും ചെയ്യുന്ന മീഡിയാസ് ഉണ്ട് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന രീതിയിൽ, കുറ്റം പറയുന്നവർക്ക് പറയാൻ പറ്റുന്ന മീഡിയാസുമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗംഭീര സിനിമ. ലാലേട്ടൻ്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെയും കണ്ണ് നിറയും. ലാലേട്ടൻ ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരും ചിരിക്കും. ലാലേട്ടൻ നല്ല ഡയലോഗ് പറയുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരും ആ ഡയലോഗ് ഏറ്റുപറയും. അതാണ് നേര്. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സിനിമയ്ക്ക്, നേരെ സിനിമയ്ക്ക് ലാലേട്ടൻ തന്നെയാണ് വേണ്ടത്. ഓരോ കഥാപാത്രം
കൃത്യമാണെന്ന് കൃത്യമായി തന്നെ ഭംഗിയായിട്ട് തന്നെ ചിത്രീകരിച്ച ഒരു സിനിമ. ലാലേട്ടൻ ഈ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ കടമെടുത്ത് പറയുന്നു, ഒന്ന് ചൂണ്ടയിട്ട് നോക്കാം കൊത്തുമോ എന്ന്. അങ്ങനെ ചൂണ്ടയിട്ട് നോക്കി കൊത്തുമോ എന്ന് ആര്? ഇതുമായി കേസിന് പോയ ആ സ്ക്രിപ്റ്റ് റൈറ്റർ ദീപു. പക്ഷെ ആ ചൂണ്ടയിലൊന്നും കൊത്തിയിട്ടില്ല ഈ കഥ ആ സിനിമയുമായി, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഒന്നും കൂടെ ആവർത്തിക്കുന്നു. സിനിമ കണ്ടവർ വീണ്ടും ഒന്നും കൂടെ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ, നമ്മൾ ഒറ്റയ്ക്ക് പോയി കണ്ടാൽ ഫാമിലിയായിട്ട് പോയി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ, നമ്മൾ ഫ്രണ്ടുമായി പോയി കഴിഞ്ഞാൽ കൂടുതൽ ഫ്രണ്ട്സുമായി പോയിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ, അങ്ങനെ മൊത്തത്തിൽ നേരായ വഴിക്ക് സഞ്ചരിക്കുന്നു. തിയേറ്ററിൽ ആരവമാകുന്നു മോഹൻലാൽ ചിത്രം. ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല, ലാലേട്ടൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, കിരീടവും ചെങ്കോലും ഇല്ലാത്ത രാജാവ്, ആ ഒരേ ഒരു രാജാവ് മോഹൻലാൽ തന്നെയാണ്, ലാലേട്ടൻ തന്നെയാണ്.